ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊന്ന് കുഞ്ഞാപ്പിയുടെ സ്കൂൾ വരെ പോകാനുണ്ട്. എന്നിട്ട് കുഞ്ഞാപ്പിനെ കൂട്ടിയിട്ട് നമുക്ക് പോവാം. കുഞ്ഞാപ്പിക്ക് 3:30 വരെ ക്ലാസ്സിലു കേട്ടോ. അപ്പോൾ നമ്മൾ എത്താൻ വൈകിയാൽ അവൻ ബഹളം വെക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവനെ കൂട്ടിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാപ്പിയുടെ സ്കൂളിലേക്ക് പോകേണ്ടത്. അവനിന്ന് ഓട്ടോയിലാണ് വരുന്നത്. ഇന്ന് നമ്മളെ കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് ഒന്നിച്ച് കണ്ടറിയാമല്ലേ. ഇവിടെ നിന്ന് മുതൽ അവർ സ്കൂൾ കോമ്പൗണ്ട് സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പിയുടെ സ്കൂള്. നല്ല സ്കൂളാണ് കേട്ടോ. നല്ല ടീച്ചേഴ്സ്, നല്ല കെയർ ആക്കുന്നുണ്ട് കുട്ടികളെ. പല സ്കൂളിലും പല പ്രോബ്ലംസ് കേൾക്കും. നമുക്ക് പേടിയാണല്ലേ നമ്മുടെ കുട്ടികളെ നമ്മൾ അയച്ച സ്കൂളിൽ സേഫ് ആയിരിക്കുമെന്ന്. അക്കാര്യത്തിൽ ഇവിടെ ടെൻഷനില്ല. അവൻ നല്ല സേഫായിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിതാ കുഞ്ഞാപ്പിയുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഗൈസ്. നോക്കാം അവൻ എന്താക്കുന്നേന്ന്. ക്ലാസ്സിലെത്തിയപ്പോൾ ആൾ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ബാഗും കിറ്റൊന്നും താഴെ വെക്കാറേ ഇല്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ആൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പല സ്കൂളിലും പല പ്രശ്നങ്ങളും കേൾക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ സേഫ് ആയിരിക്കുമെന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. എനിക്കും അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോൻ്റെ സ്കൂളിൽ ഇതുവരെ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടുമില്ല. എൻ്റെ മക്കൾക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമില്ല. അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ അവൻ്റെ ടീച്ചറെ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നതും. അവൻ്റെ കൂട്ടുകാരും എല്ലാവരും അവനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റിലൊക്കെ മടിയുണ്ടായിരുന്നു. ഇപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ കുട്ടി പോണത്. അത് ആ ടീച്ചറെ കഴിവാണെന്നേ ഞാൻ പറയും. പിന്നെ ആൾക്ക് ഒരു പ്രശ്നമുള്ളത് എന്ന് വെച്ചാൽ അവൻ്റെ ബാഗ്, അവൻ്റെ കിറ്റ്, അത് അവൻ രാവിലെ തോളിലേറ്റ് നിൽക്കും. അത് താഴെ വെക്കുകയില്ല. മറ്റാരെ കൊണ്ട് അത് തൊടിയിക്കുകയില്ല. അതിന് ടീച്ചർ ബുക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ എൻ്റെ ബുക്ക് ഇതാന്ന് പറഞ്ഞ് ടീച്ചറോട് അവൻ വഴക്കിടാൻ നിൽക്കും. പിന്നെ അവരുടെ ക്ലാസ് ഗ്രൂപ്പിൽ വാട്സപ്പിൽ ഞങ്ങൾക്ക് ഒരു ഡേയിലത്തെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ടീച്ചർ സെൻഡാക്കി തരും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കുട്ടികൾ അവിടെ ഹാപ്പിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ടീച്ചേഴ്സ് എങ്ങനെ കുട്ടികളെ കെയർ ചെയ്യുന്നു, എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നനുസരിച്ചായിരിക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും. പിന്നെ അമ്മമാരെ പിരിയുന്നതിൻ്റെ കുട്ടി സങ്കടവും അവർക്ക് ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കുഞ്ഞാപ്പിനെയും കൂട്ടിയിട്ട് ഇനി ബാക്കിയുള്ള യാത്ര പോവാം. അപ്പോൾ നമ്മുടെ റോഡൊക്കെ കണ്ട ഗൈസ്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞൊരു വിധമായിട്ടുണ്ട് കേട്ടോ. വന്നതോടുകൂടി ഇതാ ഇവിടെയൊക്കെ ഇടിഞ്ഞ് റോഡൊക്കെ ഫുള്ള് നല്ല അപകടാവസ്ഥയിലാണ് ഇട്ടുള്ളത്. അപ്പോൾ നല്ല മഴയായിരുന്നല്ലേ ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പോലെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഓനത് കണ്ടിട്ട് ഇങ്ങനെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് തുള്ളാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതാണ് ടീരണിക്ക് പോകുന്ന റോഡ്. നമുക്ക് ഇതിലേ കൂടിയാണ് പോകേണ്ടത് ഗൈസ്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് കുറേ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ സമൂഹത്തിൽ കുറേ നെഗറ്റീവ് ആൾക്കാരുണ്ട്, പോസിറ്റീവ് ആൾക്കാരുണ്ട്. എല്ലാം നല്ല ആൾക്കാർ മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. നല്ല ആൾക്കാരും വന്നിട്ടുണ്ടാവും, ചീത്ത ആൾക്കാരും വന്നിട്ടുണ്ടാവും. പലരിൽ നിന്നും പല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ എന്നും ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതൽ വിജയം ഉണ്ടായിരിക്കാം. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ ആയിരിക്കും കേട്ടോ. അവർക്ക് ഓരോ ആംഗിളിലും എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ വളർന്നു പോവുകയും ചെയ്യും കേട്ടോ. പക്ഷെ ആ വളർച്ചയുടെ
കൊടുമുടിയിലെത്തിയിട്ടാകുമ്പോൾ അവർക്ക് തീർച്ചയായും ഒരു വീഴ്ച സംഭവിക്കും. അത് കർമ്മ, അതെന്തായാലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ വാനോളം പുകഴ്ത്തും, എന്നാൽ വേറൊരാളോട് നമ്മുടെ കുറ്റം മാത്രമായിരിക്കും പറയുക. അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഗൈസ്, എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടേയില്ല. നല്ല മഴക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴ ചാറുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ് കേട്ടോ. അപ്പോൾ അവരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.